അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം ഒന്ന് കേട്ടാലോ. സംഘർഷങ്ങൾക്കിടയിലെ പ്രവാസ ലോകം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ സഫാരി എഴുതിയിട്ടുള്ള ഒരു ലേഖനം. ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. ഇന്നത്തെ ജൂൺ 29 ഞായറാഴ്ച വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനം. പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ സഫാരിയുടെ ലേഖനം നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കണം കേട്ടോ. 12 ദിവസത്തെ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനും ഇസ്രായേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുന്നു. സൈനിക ലക്ഷ്യങ്ങൾ നേടിയതിൻ്റെയും ട്രംപുമായുള്ള പൂർണ്ണ ഏകോപനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി വെടിനിർത്തലിനുള്ള നിർദ്ദേശത്തിന് ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹു പറഞ്ഞത്. മേഖലയെ സംഘർഷ മുനമ്പിലേക്ക് തള്ളിയിട്ട് അമേരിക്ക കൂടി ഇറാനെതിരെ തിരിഞ്ഞതോടെ ഗൾഫ് മേഖലയിലും യുദ്ധഭീതി ആശങ്കയിലായിരുന്നു പ്രവാസികൾ. വെടിനിർത്തൽ സാധ്യമാകാതെ കൂടുതൽ രൂക്ഷമായ യുദ്ധ സാഹചര്യങ്ങളിലേക്ക് അറബ് രാജ്യങ്ങൾ കൂടി ഭാഗമായാൽ കാര്യങ്ങൾ പ്രവചനാതീതമാകുമായിരുന്നു. ഗൾഫ് മേഖലയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെയും ഇത് സാരമായി ബാധിക്കുമായിരുന്നു. സംഘർഷം രൂക്ഷമായാൽ മലയാളികളെ കാര്യമായി ബാധിക്കുമെന്നതിലും തർക്കമില്ല. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും കടക്കാതെ സംഘർഷം അവസാനിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ രാജ്യത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ പ്രവാസികൾ കൂടുതൽ ആശങ്കയിലായിരുന്നു. ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് വിവിധ അധികാരികൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ബഹ്റൈനിൽ ജോലിയും സ്കൂൾ ഓൺലൈനുമൊക്കെയായും പ്രധാന പാതകൾ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുമെന്നതിനാൽ സ്കൂളുകൾ ഓൺലൈനാക്കുകയും പ്രധാന പാതകൾ അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരുമെന്നതിനാൽ പ്രധാന പാതകൾ ഒഴിവാക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ബഹ്റൈൻ പ്രഖ്യാപിച്ചത്. പ്രവാസികളെ ആശങ്കപ്പെടുത്തിയതെന്ന് ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. ഗൾഫിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ ഗൾഫിൻ്റെ സാമ്പത്തിക മേഖല അപ്പാടെ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നത് മാത്രമല്ല, ഇറാൻ പിന്തുണയുമായി ഇറാൻ അനുകൂല വിഭാഗങ്ങൾക്ക് പുറമെ ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാഷ്ട്രങ്ങളും രംഗത്ത് വരുമെന്ന നയതന്ത്ര വിദഗ്ധരുടെ നിരീക്ഷണം തന്നെ പ്രതിസന്ധിയുടെ ആഴം പറയുന്നുണ്ട്. ഇനിയൊരു ലോക മഹായുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല എന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കും കൃത്യമായി അറിയാം. ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇറാന് ശക്തമായ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നതിനാൽ തന്നെയാണ് ഖത്തറിലെ അൽ ഉദൈദ സൈനിക താവളത്തെ ലക്ഷ്യമിട്ടപ്പോഴും കൃത്യമായ മുന്നറിയിപ്പോടെയും തയ്യാറെടുപ്പോടെയും ഓപ്പറേറ്റ് ചെയ്തത്. ഖത്തറിൻ്റെ ആകാശത്ത് ഇറാൻ മിസൈലുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ കൃത്യമായ ഇടപെടലുകളും മുന്നറിയിപ്പുകളും നൽകിയതിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാം സാധാരണ ഗതിയിലായി. നാട്ടിൽ നിന്നടക്കം ധാരാളം ആളുകൾ സുരക്ഷയെക്കുറിച്ച് അന്വേഷിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുടെയും അല്ലാതെയും ഖത്തർ സാധാരണ നിലക്കാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ലെന്നും ഞങ്ങളും അറിയിച്ചു. തങ്ങളുടെ ലക്ഷ്യം അമേരിക്കയും സൈനിക താവളവും മാത്രമാണെന്നും ഒരു മുന്നറിയിപ്പ് നൽകാൻ മാത്രമാണ് ഈ ഒരു ഓപ്പറേഷൻ എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറമുള്ള ഒരു സൈനിക നടപടികളിലേക്ക് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ താൽപ്പര്യമില്ലെന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഇറാൻ നൽകാൻ ശ്രമിച്ചത്. 1991 വർഷങ്ങളിലെ ഇറാഖിൻ്റെ
കുവൈത്ത് അധിനിവേശവും തുടർന്നുള്ള ഗൾഫ് യുദ്ധത്തിൻ്റെ ആഘാതവും ഉണ്ടാക്കിയ പ്രതിസന്ധിയും മനസ്സിലുള്ള ആരും ഇനിയും മറ്റൊരു യുദ്ധം താങ്ങാവുന്ന ശേഷി മേഖലയ്ക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയതാണ്. മുമ്പ് ഇറാഖിൻ്റെ കുവൈത്ത് അധിനിവേശ കാലത്തും തുടർന്നുണ്ടായ യുദ്ധ സന്ദർഭങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി മലയാളികൾക്ക് തിരികെ വരേണ്ടി വന്ന ഓർമ്മകൾ മലയാളികൾക്കുണ്ട്. ഈ സംഭവം അന്ന് ചെറിയ തോതിലൊന്നുമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഉള്ള പണത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞതും പ്രവാസികളുടെ വരുമാനം നിലച്ചതും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അന്ന് സാരമായി ബാധിച്ചിരുന്നു. തൊഴിൽ മേഖലയിലുണ്ടാക്കിയ വെല്ലുവിളിയും ചില്ലറയായിരുന്നില്ല. പശ്ചിമേഷ്യയിലെ ഓരോ സംഘർഷ സാഹചര്യങ്ങൾ ഉടലെടുക്കുമ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഇതേ അവസ്ഥ സംജാതമാകുമോ എന്ന ഭീതി പ്രവാസ ലോകത്തുള്ളവർക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വാഭാവികമായുണ്ട്. അതേസമയം ഏറെ മാനുഷികമായൊരു ചിന്ത കൂടി ഈ ഘട്ടത്തിൽ മനസ്സിൽ വരുന്നുണ്ട്. അഥവാ ഇറാൻ ഇസ്രായേൽ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തുമ്പോഴും ഗസയിൽ ഇസ്രായേലിൻ്റെ ബോംബിങ് തുടരുകയാണ്. ഗസയിൽ ഭക്ഷണത്തിന് കാത്തുനിൽക്കുന്നവർക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നേരെയും നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഒരു അറുതിയും വരുത്തിയിട്ടില്ല. പട്ടിണി കിടന്ന് ഭക്ഷ്യസഹായം സ്വീകരിക്കാനെത്തിയ ഫലസ്തീനികളെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ സൈന്യം. ഇതിലേക്ക് വേണ്ടത്ര ലോകശ്രദ്ധ വരുന്നില്ല. ഇറാനുമായി വെടിനിർത്തലിന് സമ്മതിച്ചതിനാൽ ഗസയിൽ ഹമാസുമായുള്ള 20 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ കരാറിലെത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ പൊതുജനവും ബന്ദികളുടെ ബന്ധുക്കളും ഇസ്രായേലിലെ പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ചെവികൊള്ളാൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ ക്രൂരനായ പ്രധാനമന്ത്രിക്ക് മനസ്സ് വരുന്നില്ലെന്നതാണ് സത്യം. എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പൊൻപുലരികളാണ്. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഭരണങ്ങളുടെ തീരുമാനങ്ങളാണെങ്കിൽ അതിൽ ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾക്ക് അറുതി വന്നാൽ തന്നെ അക്രമങ്ങൾക്കും അധിനിവേശങ്ങൾക്കും അവസരമുണ്ടാകുമെന്നുറപ്പാണ്. ഗസയിലെയും ലോകത്തൊന്നാകെയുള്ള കുട്ടികളും സ്ത്രീകളും മനുഷ്യരെല്ലാവരും സമാധാനത്തോടെയും സുരക്ഷിതത്തോടെയും ജീവിക്കുന്ന നാളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ സഫാരി അദ്ദേഹം എന്ന് എഴുതിയിട്ടുള്ള ചന്ദ്രികയിൽ എഴുതിയിട്ടുള്ള അതിസുപ്രധാനമായ ഒരു ലേഖനം, നമുക്ക് ഈ ലേഖനമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ തട്ടുന്ന ഒരു ലേഖനമായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. കാരണം സംഘർഷങ്ങൾക്കിടയിലെ പ്രവാസ ലോകം നമുക്ക് ഇനിയുമൊരു യുദ്ധം താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമൊക്കെ പ്രവാസികളുടെ ആ സമ്പത്ത് കൊണ്ടും പ്രവാസികളുടെ ആ ഒരു ക്ഷേമം കൊണ്ടും അവർ നൽകുന്ന നാണയത്തുട്ടുകൾ കൊണ്ടുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് കുടുംബങ്ങളൊക്കെ താമസിച്ചു പോരുന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. യുദ്ധം ഒന്നിനും ഒരു ഭാഗമാകില്ല, അല്ലെങ്കിൽ ഒരിക്കലും യുദ്ധം കൊണ്ടൊരു ഒരാളും ഇവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ കെടുതികൾ പാവപ്പെട്ട ജനസമൂഹം, ആ രാജ്യത്തെ ജനസമൂഹവും അതോടൊപ്പം തന്നെ ലോകത്തുള്ള മറ്റുള്ള എല്ലാ ജനസമൂഹവും അതിനൊക്കെ യാതനകൾ അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഇതുപോലെ തന്നെയാണ്. കാരണം ഈ രാജ്യങ്ങളിലൊക്കെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പല ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യക്കാരെ ഏറ്റവും കൂടുതൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരാളുകളാണ്. അപ്പോൾ അവർക്കും അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന എണ്ണകളും മറ്റു പദാർത്ഥങ്ങളുമൊക്കെ വില വർദ്ധിക്കുകയും സമ്പദ്ഘടനയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധം ഒരിക്കലും നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായി അറിയാം. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അത് പര്യവസാനിക്കുകയും അത് കൃത്യമായി തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്തോഷം ഏതായാലും ഈ ലോകത്തിന് സന്തോഷം നൽകുന്നു. ഏതായാലും ഇത് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു ഇരുകൂട്ടർക്കും സന്മനസ് പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും എന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ലേഖനത്തിലെ കാതലായ വശങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.